ഒരു കാലത്ത് ലോകത്തെ ഏത് ടീം വന്നാലും തൊടാൻ പറ്റാത്തൊരു T20 ടീമായിരുന്നു ഇന്ത്യയുടെ വരെ. ഈ ലോകകപ്പ് അടിക്കണ വരെ ഈ ലോകത്തുള്ള ഒരു ടീമിനും വന്ന് അടിക്കാൻ പറ്റാത്തൊരു ടീമായിരുന്നു. ഒരു സീരീസ് പോലും തോക്കാത്തൊരു ടീമായിരുന്നു. തുടരെ ജയിച്ചുകൊണ്ടിരുന്നൊരു ടീമായിരുന്നു ഇന്ത്യയുടെ T20 ടീം. ഇപ്പം പഞ്ചായത്ത് വെടി ടീം പോലെയാണ്. ഉള്ള ചെറിയ ടീം ഏത് ടീമായാലും വന്ന് അടിച്ചിട്ട് പോവേണ്. പിന്നെ ഇനി അങ്ങോട്ട് സഞ്ജു സാംസനെ മാറ്റാൻ പറ്റില്ല, കാരണം ഓൾറെഡി മാറ്റിയിട്ട് 2 കളി തോറ്റ്. അപ്പോൾ ഇനി ഏത് കളി മാറ്റുമെന്നാണ് എനിക്കറിയാം. ഇനി സഞ്ജു സാംസനെ അവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് മാറ്റുമോ? കാരണം ആര് തോറ്റാലും ജയിച്ചാലും സഞ്ജുവിനെ മാത്രമല്ലേ മാറ്റാൻ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി, സൂര്യകുമാർ യാദവ് കളിച്ചാലും കളിച്ചില്ലേലും എന്തോരം പരമ്പര നേടിക്കൊടുത്ത്. ഈ ശ്രേയസ് അയ്യറിനെ ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടി. ഇനിയെങ്കിലും അർഹതപ്പെട്ട സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തില്ല. പോട്ടെ ആയിക്കോട്ടെ. ടീമിലെ പലരും ഫോം ഔട്ടാണ്, എന്നാലും അവരാരെയും മാറ്റി പരീക്ഷിക്കരുത്, ചെയ്യരുത്. സഞ്ജുവിനെ മാത്രമേ മാറ്റാവൂ. ഈ സഞ്ജുവിനെ സ്റ്റേഡിയത്തിൽ നിന്ന് മാറ്റി, ആ കളിയും തോക്കുകയാണെങ്കിൽ രാജ്യത്തു നിന്ന് മാറ്റി. കാരണം നിങ്ങൾക്ക് സഞ്ജുവിനെ മാറ്റാൻ മാത്രമല്ല അറിയാവൂ. കഴപ്പണം കെട്ട ടീമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നേ, ചിന്തിക്കാൻ പറ്റണില്ല. സത്യം പറഞ്ഞ് ഇന്ത്യൻ ടീം ഇപ്പോൾ പഞ്ചായത്ത് വെടിയെന്ന് വേണം പറയാം. വരണവനും പോണവനും വന്ന് അടിച്ചിട്ട് പോകും. ആ പടം എന്തെങ്കിലും കൊണ്ടെന്ന് പറയാൻ ക്രിക്കറ്റ് മാത്രം ഉണ്ടാവും. അതിനെയും കൂടി ഇങ്ങനെ ഹക്കല്ലേ.